ഒരിക്കൽ അതിമനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. പേര് സുന്ദരവനം. പച്ച പട്ടുവിരിച്ചതുപോലെയുള്ള പുൽമേടുകളും ആകാശത്തെ മുട്ടി നിൽക്കുന്ന വമ്പൻ മരങ്ങളും തെളിനീരുമായൊഴുകുന്ന അരുവികളും നിറഞ്ഞ ഒരു സ്വപ്നലോകം. അവിടെ അപ്പു എന്നു പേരുള്ള ഒരാനക്കുട്ടി ജീവിച്ചിരുന്നു. അപ്പു കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ അല്പം തടിച്ചൊരാനക്കുട്ടിയായിരുന്നു. അവന് നല്ല സ്വഭാവമായിരുന്നെങ്കിലും അവന് കളിക്കാൻ കൂട്ടുകാരാരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വലിപ്പം കണ്ട് മറ്റു മൃഗങ്ങൾ അവനെ അകറ്റി നിർത്തിയിരുന്നു. ഒരു ദിവസം അപ്പു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മരക്കൊമ്പിലിരിക്കുന്ന കുരങ്ങച്ചനെ കണ്ടു. കുരങ്ങച്ചാ കുരങ്ങച്ചാ, നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ? എനിക്ക് കൂട്ടുകാരില്ല, അപ്പു ചോദിച്ചു. കുരങ്ങച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ അപ്പു, നിനക്ക് എൻ്റെ പോലെ മരങ്ങളിൽ ചാടിക്കളിക്കാൻ പറ്റുമോ? നീ വളരെ വലുതല്ലേ, നിന്നെ എൻ്റെ കൂട്ടുകാരനാക്കാൻ പറ്റില്ല. അത് കേട്ട് അപ്പുവിൻ്റെ മുഖം വാടി. പിന്നീട് അപ്പു ഒരു ആറ്റരികിലെത്തി. അവിടെ ഒരു തവളച്ചൻ ഇലയിലിരിക്കുന്നുണ്ടായിരുന്നു. തവളച്ച, നമുക്ക് കൂട്ടുകൂടാം, അപ്പു പ്രതീക്ഷയോടെ ചോദിച്ചു. തവളച്ചൻ മറുപടി പറഞ്ഞു, നിനക്ക് എന്നെപ്പോലെ വെള്ളത്തിൽ ചാടാനും നീന്താനും പറ്റുമോ? നിന്റെ വലിപ്പം നോക്കൂ, നീ വെള്ളത്തിലിറങ്ങിയാൽ വെള്ളം കലങ്ങും. അതുകൊണ്ട് നമുക്ക് കൂട്ടുകാരാകാൻ പറ്റില്ല. വിഷമത്തിലായ അപ്പു ഒരു മരത്തണലിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴാണ് മരത്തിന് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടത്. കാ കാ. അത് കാത്തു എന്ന് പേരുള്ളത് കാക്കയായിരുന്നു. കാത്തു ചോദിച്ചു, അപ്പു, നീ എന്തിനാണ് കരയുന്നത്? അപ്പു തൻ്റെ സങ്കടം പറഞ്ഞു. അപ്പോൾ കാത്തു ചിറകുകൾ വിരിച്ച് താഴേക്കിറങ്ങി അപ്പുവിൻ്റെ തുമ്പിക്കൈയിലിരുന്നു. നീ വിഷമിക്കേണ്ട അപ്പു, വലിപ്പത്തിലല്ല കാര്യം, സ്നേഹത്തിലാണ്. ഞാൻ നിന്റെ കൂട്ടുകാരനാകാം, കാത്തു പറഞ്ഞു. അപ്പുവിന് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി. സുന്ദരവനത്തിൽ പക്ഷേ മൃഗങ്ങൾ ഭയത്തിലാണ് ജീവിച്ചിരുന്നത്. അവിടെ ശൗര്യൻ എന്ന പേരുള്ളൊരു സിംഹമുണ്ടായിരുന്നു. അവൻ മഹാക്രൂരനും വിഡ്ഢിയുമായിരുന്നു. വിശക്കുമ്പോൾ മാത്രമല്ല, വിനോദത്തിനു വേണ്ടിയും അവൻ മൃഗങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. മൃഗങ്ങളെല്ലാം ചേർന്നൊരു തീരുമാനമെടുത്തു. ദിവസവും ഓരോ മൃഗം വീതം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഭക്ഷണമായി ചെല്ലാം. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനമായി ജീവിക്കാം. സിംഹം അതിന് സമ്മതിച്ചു. ഒരു ദിവസം ഭക്ഷണമായി പോകാനുള്ള ഊഴം കിട്ടിയത് മണിക്കുട്ടൻ എന്ന മുയലിനായിരുന്നു. മണിക്കുട്ടൻ വളരെ ബുദ്ധിമാനായിരുന്നു. പക്ഷേ അവന് പേടിയുണ്ടായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ അപ്പുവും കാത്തുവും അവനെ കണ്ടു. എന്താ മണിക്കുട്ട കാര്യം? കാത്തു ചോദിച്ചു. മണിക്കുട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പു ധൈര്യത്തോടെ പറഞ്ഞു, നീ പേടിക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടി ഒരു ഉപായം കണ്ടെത്താം. മണിക്കുട്ടൻ മുയലിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൻ പറഞ്ഞു, എനിക്കൊരു വഴി അറിയാം, പക്ഷേ അപ്പുവും കാത്തുവും എന്നെ സഹായിക്കണം. അവരൊരു പദ്ധതി തയ്യാറാക്കി. സമയം കുറെ വൈകി. സിംഹം വിശന്ന് കണ്ണിൽ ചോരയില്ലാതെ അലറുകയായിരുന്നു. ഇന്ന് വരുന്നവനെ ഞാൻ ശരിയാക്കും, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, അവൻ ഗർജിച്ചു. അപ്പോഴാണ് മണിക്കുട്ടൻ മുയൽ സാവധാനം അങ്ങോട്ടേക്ക് എത്തിയത്. നീ എന്താടാ വൈകിയത്? നിന്നെ ഞാൻ ഇന്ന് തിന്നു തീർക്കും, സിംഹം അലറി. മണിക്കുട്ടൻ വിറയ്ക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വരുന്ന വഴിക്ക് മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. അവൻ പറഞ്ഞു അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന്. അങ്ങേക്കാൾ ശക്തനാണത്രേ അവൻ. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഇത് കേട്ട് ശൗര്യം സിംഹത്തിന് ദേഷ്യം വന്നു. മറ്റൊരു സിംഹമോ? അവനെ എനിക്ക് ഇപ്പോൾ തന്നെ കാണണം. വാ, വഴി കാണിക്ക്, അവൻ ആജ്ഞാപിച്ചു. മണിക്കുട്ടൻ അവനെ കാട്ടിലെ ഒരു പഴയ കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. അപ്പുവും കാത്തുവും മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. മഹാരാജാവേ, ആ കിണറ്റിലാണ് അവൻ ഒളിച്ചിരിക്കുന്നത്, മണിക്കുട്ടൻ പറഞ്ഞു. വിഡ്ഢിയായ സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കി. തെളിഞ്ഞ വെള്ളത്തിൽ അവൻ തൻ്റെ തന്നെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി അവൻ അതിശക്തമായി ഗർജിച്ചു. കിണറ്റിൽ നിന്നും പ്രതിധ്വനി തിരികെ വന്നു. അത് കേട്ട് ദേഷ്യമൂത്ത ശൗര്യൻ ആ എതിരാളിയെ കൊല്ലാനായി കിണറ്റിലേക്ക് എടുത്തു ചാടി. നീന്താൻ അറിയാത്ത സിംഹം വെള്ളത്തിൽ മുങ്ങിപ്പോയി. മണിക്കുട്ടൻ ഓടിച്ചെന്ന് അപ്പുവിനെയും താത്തുവിനെയും കെട്ടിപ്പിടിച്ചു. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഈ വാർത്തയറിഞ്ഞ് ഓടിയെത്തി. എല്ലാവരും മണിക്കുട്ടൻ്റെ ബുദ്ധിയെയും അവനെ സഹായിച്ച അപ്പുവിൻ്റെയും കാത്തുവിൻ്റെയും ധൈര്യത്തെയും പ്രശംസിച്ചു. അപ്പുവിനെ കളിയാക്കിയ കുരങ്ങനും തവളയും മാപ്പ് പറഞ്ഞു. അപ്പു, നീ വലിയവനാണ്, പക്ഷെ നിന്റെ മനസ്സ് അതിലും വലുതാണ്. ഞങ്ങളെയും നിന്റെ കൂട്ടുകാരാക്കുമോ? അവർ ചോദിച്ചു. അപ്പു സന്തോഷത്തോടെ തലയാട്ടി. അങ്ങനെ അപ്പുവിന് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. ആരും ആരെയും വലിപ്പത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തിയില്ല. ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തെന്നവർ മനസ്സിലാക്കി. സുന്ദരവനത്തിൽ പിന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞു. ഗുണപാഠം: ബുദ്ധിയും ഒത്തൊരുമയും ഉണ്ടെങ്കിൽ എത്ര വലിയ ശത്രുവിനെയും തോൽപ്പിക്കാം. യഥാർത്ഥ സൗഹൃദം രൂപം നോക്കിയാലല്ല, മനസ്സ് നോക്കിയാണ് ഉണ്ടാകേണ്ടത്. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.